ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിൻഡോസ് 10-ൽ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം, കൂടാതെ എങ്ങനെ ആ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ VLC പ്ലെയർ ഇല്ല, അപ്പോൾ നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് VLC പ്ലെയർ ആണ്. അപ്പം ഒരു VLC പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കി സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിൽ നമുക്ക് നെക്സ്റ്റ് അതിന് എഗ്രി അങ്ങനെ സം ഓപ്ഷൻസ് ചേഞ്ച് ഉണ്ടെങ്കിലും ബാക്കി വിൻഡോസ് 10-ൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാറ്റേൺ എല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ ആവശ്യം ആ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ VLC എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് കാണിക്കും. സെയിം മെത്തേഡ് ആയിരിക്കും. നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അത് കൂടാതെ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ നമ്മൾ VLC ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. VLC ഇൻസ്റ്റാൾ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ VLC ഡൗൺലോഡ് ചെയ്യാണ്. VLC ഡൗൺലോഡ് ഫോർ വിൻഡോസ്. അപ്പോൾ നമുക്ക് VLC ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാവുന്നതാണ്. നമുക്കിവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും. ഫയൽ ഡൗൺലോഡ് വേണ്ടി നമ്മളിത് സേവ് കൊടുക്കുക. ഞാൻ ഓൾറെഡി സേവ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുത്താൽ നമുക്കത് ഡൗൺലോഡ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ആ EXE ഫയൽ. നമുക്ക് ആ ഫയൽ നമുക്ക് ഇവിടുന്ന് റൺ ചെയ്യാം. കൂടാതെ ആ ഫോൾഡറിൽ ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്ക് റൺ ചെയ്യാം. ജസ്റ്റ് ഡൗൺലോഡ്സിൻ്റെ അകത്ത് പോയാൽ നമുക്ക് ആ ഫയൽ കാണാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു പോപ്പപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിന് അഡ്മിൻ റൈറ്റ്സ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അഡ്മിൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സെറ്റപ്പ് റൺ ആകുന്നതായിരിക്കും. ഇവിടെ നമ്മൾ OK ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇൻസ്റ്റാൾ. സോ മോസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ എല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പം ഈ ഒരു ഇൻസ്റ്റാൾ ആകുന്ന ഒരു സോഫ്റ്റ്വെയർ എവിടെയാണ് ഇൻസ്റ്റാൾ ആകുന്നത്, കൂടാതെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയ സോഫ്റ്റ്വെയർ എവിടെ നിന്നാണ് റിമൂവ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അടുത്തത് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ എവിടെയാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് പഠിക്കാം. സോ അതിന് നമ്മൾ ഫസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്മോൾ ഐക്കൺ സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണാവുന്നതാണ്. പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് കാണാവുന്നതാണ്. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറും നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ആകുന്നതാണ്. കൂടാതെ ഇവിടെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത VLC മീഡിയ പ്ലെയറും കാണാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയും നമുക്ക് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാവുന്നതാണ്, ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ. കൂടാതെ നമുക്ക് ഇവിടുന്ന് അൺഇൻസ്റ്റാൾ കൊടുത്താൽ ഈ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആകുന്നതാണ്. കൂടാതെ ഞാനൊരു കമാൻഡ് യൂസ് ചെയ്ത് റണ്ണിലൊരു കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെ സെയിം വിൻഡോ ഓപ്പൺ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനാൽ Windows R പ്രസ് ചെയ്യുക. പ്രസ് ചെയ്താൽ നമുക്ക് റൺ ഓപ്പൺ ആകുന്നതാണ്. അവിടെ നമ്മൾ appwiz.cpl എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുത്താൽ നമുക്ക് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് കാണാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. സോ അതിന് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നമുക്കിവിടെ അൺഇൻസ്റ്റാൾ ചേഞ്ച് ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്ക് അൺഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ, ദെൻ യെസ്. ഓക്കെ, അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്ക് അഡ്മിൻ റൈറ്റ്സ് ആവശ്യമാണ്. സോ അതിനുശേഷം നെക്സ്റ്റ് അൺഇൻസ്റ്റാൾ. ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിനിഷ്.
ഇപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് നിന്ന് റിമൂവ് ആയത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അൺഇൻസ്റ്റാൾ ചെയ്യുന്നതും. കൂടാതെ ഈ പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് കൺട്രോൾ പാനലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ പ്രോഗ്രാംസ് സെർച്ച് ചെയ്തതിന് ശേഷം ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാവുന്നതാണ്. കൂടാതെ നമ്മൾ റണ്ണിൽ appwiz.cpl ടൈപ്പ് ചെയ്തും വിൻഡോ ഓപ്പൺ ചെയ്ത് സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.